നമസ്കാരം. ബ്രസീൽ ആരാധകർക്ക് സന്തോഷമായി. ഇതാ ബ്രസീൽ ആദ്യ ജയം സ്വന്തമാക്കി ഈ ലോകകപ്പിൽ. ജയത്തോടെ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ ബ്രസീൽ ഇനി മുന്നോട്ടുള്ള പ്രയാണം അത് എളുപ്പമാക്കുമെന്ന് കരുതാം. പക്ഷേ മത്സരത്തിന്റെ ഫലമാണ്, അല്ലെങ്കിൽ മത്സരത്തിൽ പുറത്തെടുത്ത മികവാണ് എത്രമാത്രം നന്നായി എന്നുള്ള ചർച്ചകൾക്ക് വഴിതിരിക്കുന്നത്. ആദ്യ ജയം ബ്രസീൽ സ്വന്തമാക്കിയത് ഹെയ്ത്തിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ്. ആദ്യ പകുതിയിലായിരുന്നു 3 ഗോളുകളും. ആദ്യ 11ലേക്ക് എത്തിയ മത്തേയൂസ് കുഞ്ഞ 2 ഗോൾ നേടി 23-ാം മിനിറ്റിൽ, ഒപ്പം 36-ാം മിനിറ്റിൽ. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ വിനീഷ്യസ് ജൂനിയറാണ് ലീഡ് 3 മാറ്റിയത്. 2ാം പകുതിയിൽ ലീഡ് ഉയർത്താനിറങ്ങിയ ബ്രസീലിന് ഹെയ്ത്തി പ്രതിരോധത്തെ മറികടക്കാൻ സാധിച്ചില്ല. ഒരു തവണ മറികടന്നപ്പോൾ അത് ഓഫ് സൈഡ് ഫ്ലാഗ് ഉയരുകയും ചെയ്തു. ജയത്തോടെ ഗ്രൂപ്പ് സിയിൽ 1-ാം സ്ഥാനത്താണ് ബ്രസീൽ. 2 മത്സരങ്ങളും തോറ്റ ഹെയ്ത്തി ടൂർണമെന്റിൽ നിന്നും പുറത്തായി. ബ്രസീലിന്റെ 3 ഗോളിന്റെ ജയം ആരാധകർക്ക് നൽകുന്ന വലിയ ആത്മവിശ്വാസമാണ്. ഇക്കുറി കപ്പ് തൂക്കുമെന്ന് ബ്രസീൽ ആരാധകർ പറയുമ്പോൾ കളി അത്രയ്ക്കങ്ങ് പോരെന്നാണ് അർജന്റീനയുടെയും പോർച്ചുഗലിന്റെയും ആരാധകർ പറയുന്നത്. എന്നാണെങ്കിലും 2ാം മത്സരത്തിൽ 3-0 വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബ്രസീലിന്റെ ആരാധകർ. എന്തായിരുന്നു കളി? എങ്ങനെയായിരുന്നു പൊതുവെ കളി? ഫസ്റ്റ് ഹാഫും നല്ല ഉഷാറായിട്ട് 3 കളിച്ചു. പിന്നെ നമ്മൾ ടീം ജസ്റ്റുള്ളൊരു കളിയായിരുന്നു. പ്രതിരോധത്തിലായി രണ്ടാമത്തിൽ ചെറുതായിട്ട് പ്രതിരോധത്തിലൊരു കളിയായിരുന്നു. പക്ഷെ കളി വിലയിരുത്തുകയാണെങ്കിൽ ആ ടീമിലോട്ട് അങ്ങനെ കളിച്ചാൽ മതി. ഓവറായിട്ട് ഗോൾ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ കളി വെച്ച് നോക്കുമ്പോൾ നല്ല കളിയാണ്. കഴിഞ്ഞതിനേക്കാൾ ഉഷാറായി കളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളെ വിനീഷ്യസ് അടിച്ച ഗോൾ നല്ല ഗോളായിരുന്നു. 3ാമത്തെ ഗോള് നല്ല ഗോൾ. നെയ്മർ അടുത്ത കളിയിൽ ഇറങ്ങാൻ ചാൻസ്. നെയ്മർ പരിക്കുന്ന ഫുള്ളായിട്ട് മുക്തായിട്ടില്ല. അടുത്ത കളിയിൽ ഇറങ്ങും. കളി ഉഷാറ് കളിയല്ലേ. ഒരു 5-6 അടിക്കണം എന്ന് കരുതിയതാ. പക്ഷെ മതി. ചെറിയ ടീമാകുമ്പോ 2-3 എണ്ണത്തുമ്പോ നിർത്തുന്നില്ല. അല്ലെങ്കിൽ ബ്രസീലിന്റെ വില പോകും. ഞങ്ങൾക്കും ഇല്ല ഒരു വില. കളി മോശമാണ്, വളരെ മോശമായിരുന്നു. ഇതാണ് വിമർശനം. റൊണാൾഡോനെ എത്ര വിമർശിച്ചാലും അവന്റെ കംബാക്ക് അടുത്ത കളി മുതൽ നിങ്ങൾക്ക് കാണാൻ ഇതേപോലെ ഫൈനലിസ്റ്റിൽ ഫസ്റ്റ് പാർട്ടിയിലായിട്ട് ഫസ്റ്റ് ടീം പോർച്ചുഗൽ ആയിരിക്കും. എതിർ ടീമിൽ ആരാണെന്നുള്ളത് നിങ്ങൾ നോക്കി കണ്ടോ. പോർച്ചുഗൽ ഫൈനലിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ആ മുട്ട അടിക്കും. പോർച്ചുഗൽ ടീം കളി സൂപ്പർ കളിയാണ്. നമുക്ക് പിന്നെ അതൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം നമ്മളെപ്പോഴും ജയം മാത്രമേ ഉള്ളൂ, കാരണം അത്രേ ഉള്ളൂ. ഒന്നും പറയാല്ല. കപ്പ് നമ്മൾ നോക്കും, കപ്പ് നമ്മൾ കൊണ്ടുപോകും, ബ്രസീലോട്ട് കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. പിന്നെ പല പറഞ്ഞുകളും പലതും പറയും, ഞങ്ങള് കണക്കെടുക്കാറില്ല. നല്ലൊരു ടീമിനെ ഇതുവരെ കളിച്ചിട്ടില്ല. നിങ്ങള് നല്ലൊരു ടീമിലോട്ട് മുട്ടിയിട്ടില്ല. റൗണ്ട് ഓഫ് 32 നിങ്ങൾ പുറത്തായിരിക്കും. നല്ല ടീമല്ല. ഫസ്റ്റ് കളി നല്ല ടീമല്ലേ. 5ാം സ്ഥാനം 6ാം സ്ഥാനക്കാരാണ് കളിച്ചത്. അത് ആലോചിക്കണം. നിങ്ങൾ എത്രാം സ്ഥാനത്തോടെ കളിച്ചത് അത് നോക്ക്. ഈ കളിയല്ല, ഫസ്റ്റ് കളികളല്ലേ. നല്ല കളിയില്ല. എത്രാം സ്ഥാനം? നിങ്ങൾ ഫസ്റ്റ് കളിച്ചത് നോക്ക്. എത്രാം സ്ഥാനം? ഫസ്റ്റ് കളിച്ച സ്ഥാനം നോക്ക്. എത്ര സ്ഥാനം? 86 സ്ഥാനം. 87 സ്ഥാനക്കാരാണ്. 45. ഈ കളി കൊണ്ട് കോലില്ലോ വേൾഡ് കപ്പ് എങ്ങനെ സ്വന്താക്കാനാ? ഇന്നൊക്കെ ഓല് എന്താണ് ഒരു കാട്ടിക്കൂട്ടി ബ്രസീലില് കളി എന്ന് പറയില്ല. എന്താ ഒരു കാട്ടിക്കൂട്ടി ഗ്രൗണ്ടിൽ ആകെ കടന്നു വരക്കല്ലേ കടന്നിട്ട്. ഇതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വേൾഡ് കപ്പ് എടുക്കൂല. 100% ഉറപ്പാണ്. നിങ്ങളെ വെച്ചോളി, ഒരിക്കലും എടുക്കൂല ബ്രസീൽ. ഒരു കാര്യമില്ല, കളി തീരല്ല. ഇതുകൊണ്ടൊന്നും വേൾഡ് കപ്പിൽ എങ്ങനെ നിങ്ങൾ യോഗ്യത കരസ്ഥമാക്കിയത്? 3 ഗോളിനാണ് ജയിച്ചിട്ടുള്ളൂ. അതേ കളിയിൽ ബ്രസീൽ കളിച്ചിട്ടുള്ളൂ. നിങ്ങൾ ആ വർത്താനം പറയണ്ട. അർജന്റീന കപ്പെടുത്തിട്ടില്ലെങ്കിൽ ഈ മുട്ടടിക്കോ? കപ്പെടുത്തിട്ടില്ലെങ്കിൽ ഈ മുട്ടടിക്കും. പറയില്ല എല്ലാവരും. നിങ്ങൾ മുട്ടടിക്കാൻ തയ്യാറാണോ? അല്ല, ഇത്ര ആൾക്കാരുണ്ട്. ആരെങ്കിലും ഒരാള് വേണം. ഇത്രയും ആൾക്കാരുണ്ട്. ഒരാള് ധൈര്യത്തിലുണ്ടോ? ബ്രസീൽ ആരാധകർക്ക് 2002 കപ്പ് എടുത്ത 24 വർഷമായിട്ട് ഇപ്പൊ എടുക്കാതെ ഒരാള് വായ മുന്നോട്ട്. ഇത്രയും ആൾക്കാർ നിൽക്കണ്ടല്ലോ.
ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ടീമാണ്. നമ്മൾ കൊണ്ടുപോകും. നമ്മൾ എന്ത് വെല്ലുവിളി ഏറ്റെടുക്കണം? നമ്മൾ കപ്പടിക്കുന്ന ടീമാണ്. ഞങ്ങൾ മൊട്ടടിക്കാൻ നിന്ന് അതിനെ ഞങ്ങൾക്ക് അതുപോലെ പറഞ്ഞ തെറ്റിപ്പോയതാണ്. അതല്ല ബ്രസീൽ പറഞ്ഞു കഴിഞ്ഞാല് എത്ര പിന്നിക്ക് തിരിച്ചു വന്നിട്ട് ഒരു കപ്പടിക്കുന്ന ടീമാണ്. അത് വേൾഡ് കപ്പ് ആണെന്നില്ല, ഏതൊരു കപ്പ് അടിച്ചിരിക്കും. പിന്നെ എത്ര കളിക്കാണ് കോപ്പ അടിച്ചിടാ, കോൺഫിഡൻസ് അടിച്ചിടാ, മറ്റേ ഒളിമ്പിക്സ് അടിച്ചിടാ. എന്തൊക്കെ അതുപോലെ മേജർ കളിയല്ലേ. അഞ്ച് സ്റ്റിക്കർ ഗ്രൗണ്ടിലെ കളിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും പറയാം. ഗ്രൗണ്ടിലെ കളിനെ കുറിച്ച് എന്ത് കളികൾ കളിച്ച് ഇന്ന് എന്ത് കളികൾ കളിച്ച് നിങ്ങളാ എന്ത് കളികൾ കളിച്ച് നിങ്ങൾ ഇതാണ് കളി. ഇന്ന് കടന്നു വരകലാണ്. ഇതിന് കളി അറിയില്ല. എന്താണെങ്കിലും ബ്രസീൽ 3-0 ജയിച്ചതിന്റെ ആശ്വാസം വരുന്നുണ്ട്. പക്ഷേ ഈ കളി പോരാ നിങ്ങൾ പറയും. കളി പോരാ, തീരെ പോരാ. അടുത്ത കളിയിൽ ഉച്ചാറാവും. ഒന്നാമത്തെ കളിയിലേക്കാൾ ഉച്ചാറാവും. തെറ്റുവെക്കാൻ തയ്യാറല്ലോ, മൊട്ടടിക്കാൻ തയ്യാറാണോ? കളി ജയമാണ്. നമ്മളെ പെറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇത്രയും ആൾക്കാരുണ്ടല്ലോ, ഇതിൽ ഒരാൾ എന്നോട് എതിർക്കാൻ നിന്നാൽ ഞാനും അംഗീകരിക്കും. പറ്റില്ല. ഇല്ല, ഒരാൾ അംഗീകരിക്കട്ടെ. ഒരാൾ അംഗീകരിക്കട്ടെ. ഒരാൾ അംഗീകരിക്കട്ടെ. അല്ലല്ല, ആരെന്നോട് ചോദിച്ചത്? എന്നോട് ചോദിച്ച വ്യക്തി ഇവനാണ്. അവന് മുന്നോട്ട് വരാണ്, ഞാൻ ഓക്കെയാണ്. എന്താണെങ്കിലും ബേപ്പൂരിലെ PV അൻവറിനെ പറ്റി പോലെ ആകുമോ ഇല്ലയോ എന്നൊക്കെ അത് കണ്ടു തന്നെ അറിയണം. ബ്രസീലിന്റെ ജയത്തോടെ ബ്രസീൽ ആരാധകർ വലിയ ആത്മവിശ്വാസത്തിലാണ്. പക്ഷെ ഇതൊന്നും ഒരു ജയമല്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അർജന്റീനക്കാരും പോർച്ചുഗലുകാരൊക്കെ. എന്നാലും ലോകകപ്പിന്റെ ആവേശം മുഴുവൻ മലപ്പുറത്ത് തന്നെയാണ്. അഖിലോട്ട് പറയൊപ്പം CB അനുമോദ്, ന്യൂസ് 18. അനുമോദോടെ നിർത്തിയിട്ട പിറകിലുള്ള അവരുടെ തല്ല് തീർന്നിട്ടില്ല. ഇതാണ് ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ ആരാധകർക്ക് ഒരുമിച്ച് കിട്ടിയാൽ ഉണ്ടാവുക. ലോകകപ്പ് എന്തായാലും മലപ്പുറമാണ്, മലപ്പുറത്തെ ആവേശവുമാണ് കണ്ടത്. ഇനി കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ അവിടെ കറുകപ്പള്ളിയിൽ ഒരുപാട് ഫുട്ബോൾ ആരാധകർ ഒത്തുകൂടിയിരുന്നു. രാവിലെ തന്നെ 5 മണി മുതൽ തന്നെ ബ്രസീലിന്റെ കളി കാണാൻ വേണ്ടി. മത്സരശേഷം അതിൽ വളരെ കൃത്യമായ ചില പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു കുഞ്ഞു പയ്യൻ നൽകിയ പ്രതികരണമൊക്കെയാണ് ശ്രദ്ധേയം. എന്താണെങ്കിലും നമുക്കിത് കാണാം. കൊച്ചിയിലെ ആരാധകർ എങ്ങനെയാണ് ബ്രസീൽ മത്സരത്തെ കണ്ടതെന്ന്. വിനിഷ്യസിന്റെ ഗോൾ അടിപൊളിയാണ്. ആ ടീം കൊണ്ട് ജയിച്ച മറ്റേ കളി മൊറോക്കോയുടെ കളിയിൽ അവർ പറ്റും, ജയിക്കാൻ പറ്റും. പക്ഷെ അവർ ജയിപ്പിച്ചില്ല. അടുത്ത കളി സുൽത്താൻ കളിയായിരിക്കും. ബ്രസീല് ആധികാരിക വിജയം നേടിയതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ കറുകപ്പള്ളിയിലെ DRKTയുടെ സ്പോർട്സ് അറീനയിൽ നിന്നാണ്. മക്കളെ കളി കണ്ടോ? പോകുന്നില്ലേ? ആരാധകരാണ് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. വലിയ ആവേശത്തിലാണ്. കാരണം നിർണായകമായ ഒരു വിജയം നേടിയിരിക്കുന്നു എന്നതാണ്. എന്തുണ്ട്, കളി പൊളിച്ചു? കളി തകർക്കും. ഞങ്ങൾക്ക് കപ്പടിക്കുന്ന ടീമല്ലേ, ഞങ്ങൾക്ക് വാശിയുണ്ട്. എല്ലാത്തിനും കൊടുക്കും. ഞങ്ങൾ അർജന്റീനക്കിட்ட കൊടുക്കണേ. സൂപ്പർ കളി. ഈ കളി വെച്ച് മുമ്പോട്ട് പോയാൽ മതി, വേറെ ഒന്നുമില്ല. ഈ വിജയം ഞങ്ങൾ അർജന്റീന ഫാൻസിന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ വലിയ ആവേശത്തിലാണ് എല്ലാവരും തന്നെ. കാരണം ഈ ഒരു വിജയം അവരത്ര കണ്ട് ത്രസിപ്പിച്ചിരിക്കുന്നു എന്നതാണ് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? കണ്ടില്ല നിങ്ങൾ? ഇനി ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? ഈ സുൽത്താനും കൂടി വന്നതിനാ പറയാനില്ല. കൈമർ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ 7-0 നിന്നോണ്ടേനാ. ആർക്കുള്ള മുന്നറിയിപ്പ്? അർജന്റീനക്കും ഫ്രാൻസിനും ലേറ്റസ്റ്റ് വേൾഡ് കപ്പിൽ 2 പേർക്കുള്ള മുന്നറിയിപ്പാണിത്. ഒരാളല്ലേ ഇവിടെ എല്ലാം ഓടിക്കളഞ്ഞ് 3 ഗോള് വീണപ്പോ തന്നെ ഒക്കെ വീട്ടിൽ പോയി തുറക്കുപോയി. ഇവിടെ 6 മണിക്ക് വന്നിട്ട് 5:30 മണിക്ക് വന്നിരിക്കുന്ന ആൾക്കാരുടെ ഒക്കെ വിട്ട് കളഞ്ഞു. ബ്രസീല് തോക്കാൻ കാത്തിരുന്ന അരകളും മുള്ളിയെടുക്കിട്ട് മാറിയിട്ട് ഉറങ്ങട്ടെ. ആവേശത്തിലാണ്. കാരണം നിർണായകമായ ഒരു വിജയം നേടുന്നു. ഇത് പലർക്കുമുള്ള മുന്നറിയിപ്പായിട്ട് അവരത് സമർപ്പിക്കുകയും ചെയ്യുന്നു. വലിയ ആവേശത്തിലേക്ക് പോകുന്നു എന്നതാണ്
ആരാധകർ കാത്തിരിക്കുന്നത്. അവർ ആവേശം കൊള്ളുന്ന ഒരു വിജയം നേടിയെടുത്തതിൻ്റെ എല്ലാ സന്തോഷവും ബ്രസീൽ ആരാധകർക്കുണ്ട്. തുടർന്ന് ഫൈനൽ വരെ ആ യാത്ര തുടരാൻ കഴിയുമെന്ന വലിയ ആവേശവും ആത്മവിശ്വാസവുമാണ് കാനറികളുടെ ആരാധകർ പങ്കുവയ്ക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ജാനിപ്പോൾ ന്യൂസ് 18. ഇനി ജയിച്ചു, പക്ഷേ അവിടെ ബ്രസീലിന് ആശങ്കയായി ഒരു സംഭവം എന്നുണ്ടായി. റഫീഞ്ഞ പരിക്കേറ്റ് ഇന്ന് തിരികെ കയറുന്നത് കണ്ടു. മത്സരത്തിന്റെ 40-ാം മിനിറ്റിലാണ് പരിക്കിനെ തുടർന്ന് റഫീഞ്ഞ ഗ്രൗണ്ടിൽ നിന്നും തിരികെ കയറിയത്. കുറച്ചു നേരം ആ ഗ്രൗണ്ടിലിരുന്ന വിനീഷ്യസ് ജൂനിയറുമായി സംസാരിച്ച ശേഷമാണ് റഫീഞ്ഞ ഒപ്പം ഫിസിയോ എത്തി. അവർ പരിശോധിച്ച ശേഷമാണ് തിരികെ കയറാനുള്ള തീരുമാനത്തിലേക്ക് വന്നതും വളരെ പെട്ടെന്ന് റയാനെ കളത്തിലേക്ക് ഇറക്കുന്നതും. എത്രത്തോളം ഗുരുതരമാണ് ഈ പരിക്ക് എന്നുള്ളത് റഫീഞ്ഞ ഒപ്പം ബ്രസീൽ ടീം അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ വികാരഭരിതനായിട്ടാണ് റഫീഞ്ഞ സ്റ്റേഡിയം വിട്ടുപോയത്. ആ ദൃശ്യങ്ങളാണ് ആരാധകർക്ക് ആശങ്കയാവുന്നത്. ഈ ഹാംസ്ട്രിങ് ഇഞ്ചറി സാധാരണ നിലയിൽ ഏതാണ്ട് 3 ആഴ്ച വരെ എടുത്തേക്കാം. അത്തരമൊരു സാധ്യതയാണെങ്കിൽ റഫീഞ്ഞ ഈ ലോകകപ്പിൽ ഇനി കളിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. റഫീഞ്ഞ ഇല്ലെങ്കിൽ ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങൾക്ക് വലിയ തോതിൽ പൊളിച്ചെഴുത്ത് വേണ്ടി വരും. എത്രമാത്രം കാര്യക്ഷമമായി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും റഫീഞ്ഞ ഇല്ലാതെ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ അത് പറയാറായിട്ടില്ല. റഫീഞ്ഞ ഉണ്ടാകുമെന്ന് കരുതാം, തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ആതിഥേയരായ USA ലോകകപ്പിന് നോക്കൌട്ടിലെത്തി. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് USന്റെ ജയം. മത്സരത്തിന്റെ 11-ാം മിനിറ്റിൽ സെൽഫ് ഗോളിലൂടെ US മുന്നിലെത്തി. ഫ്ലോറൻ ബലോഗൻ നടത്തിയ മുന്നേറ്റമാണ് ഗോളിന് വഴിയൊരുക്കിയത്. ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ അലക്സ് ഫ്രീമാനാണ് ഹെഡറിലൂടെ USന്റെ ലീഡ് അത് 2-ആക്കി ഉയർത്തിയത്. ലൈൻ റഫറി ആദ്യം ഇത് ഓഫ് സൈഡ് വിളിച്ചു, പക്ഷേ VAR പരിശോധനയിൽ ഗോൾ അനുവദിക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡിനെ ഏകപക്ഷീയമായ 1 ഗോളിന് കീഴടക്കി ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോ ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ കളി തുടങ്ങി 70-ാം സെക്കൻഡിൽ ഇസ്മായിൽ സായിബരി നേടിയ ഗോളാണ് മൊറോക്കോയ്ക്ക് ടൂർണമെന്റിലെ ആദ്യ ജയം സമ്മാനിച്ചത്. ജയത്തോടെ 2 മത്സരങ്ങളിൽ നിന്നും 4 പോയിന്റായ മൊറോക്കോ നോക്കൌട്ട് സാധ്യതകൾ സജീവമാക്കി. പരാജയപ്പെട്ടുവെങ്കിലും കുറഞ്ഞ ഗോൾ വ്യത്യാസത്തിലുള്ള തോൽവി സ്കോട്ട്ലൻഡിന്റെയും പ്രതീക്ഷകളെ നിലനിർത്തുന്നുണ്ട്.